എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുതിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. എബ്രായ ലേഖനം ഏതാണ്ട് AD 60-നും 70-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതുന്നു. അപ്പസ്തോലനായ പൗലോസാണ് ഇത് എഴുതിയത് എന്നാണ് കൂടുതൽ വേദപണ്ഡിതന്മാരും വിശ്വസിക്കുന്നത്. ഇത് ഒരു പൊതുവായ ലേഖനമാണ്. അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ലേഖനങ്ങൾക്കും ഓരോ ഉദ്ദേശമുണ്ട്. എഫേസ്യ ലേഖനം എന്ന് പറഞ്ഞാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, കുരിന്തിൽ എഴുതിയപ്പോൾ കുരിന്തിലെ സഭയ്ക്ക് എഴുതിയ. എന്നാൽ ഈ ലേഖനം ഒരു പൊതുവായിരിക്കുന്ന ലേഖനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവായ ലേഖനങ്ങളിൽ ഒന്നാണ്. ബൈബിളിൽ 66 പുസ്തകങ്ങളിൽ ദൈവം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. അത് എബ്രായ ലേഖനമാണ്. ഉൽപ്പത്തി പോലും തുടങ്ങുന്നത് എങ്ങനെയാ? ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. എന്നാൽ എബ്രായ ലേഖനം തുടങ്ങുന്നത് ദൈവം പണ്ട് ഭാഗം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരേ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ഈ ലേഖനത്തിലെ ശരിക്കുമുള്ള തീം എന്ന് പറയുന്നത് യേശു ആരിലും വലിയവനാണ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ ഓരോ അധ്യായങ്ങളും അതാണ് വിവരിക്കുന്നത്. യേശു 1-ാം അധ്യായത്തിൽ പറയുക, യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ്. യേശു മഹാപുരോഹിതനേക്കാൾ വലിയവനാണ്. യേശു മോശയേക്കാൾ വലിയവനാണ്. യേശു ശലോമോനേക്കാൾ വലിയവനാണ്. യേശു ദൈവാലയത്തെക്കാൾ വലിയവനാ്. അങ്ങനെ യേശു, ജീസസ് ഈസ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ വായിച്ച 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നിത്യതയ്ക്ക് തടസ്സമായിരിക്കുന്ന 5 വിഷയങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാം നിത്യതയെ നോക്കി ഇറങ്ങി പുറപ്പെട്ടവരാണ്. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നിത്യതയുടെ വെളിച്ചത്തിലാണ് ഒരു ദൈവപൈതൽ ജീവിക്കേണ്ടത്. എന്നാൽ നിത്യതയ്ക്ക് തടസ്സമായിരിക്കുന്ന 5 കാര്യങ്ങൾ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായിത്തീരും. അപ്പൊ അവിടെ പറയുക, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ഇല്ലെങ്കിലോ നാം ക്രിസ്തുവിൽ പങ്കാളികൾ ആകുകയില്ല എന്ന് പറയുക. ക്രിസ്തുവിൽ പങ്കാളി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഒരുക്കിയ രക്ഷയിൽ, കാൽവരിയിലെ ക്രൂശിൽ ക്രിസ്തു ഒരുക്കിയ രക്ഷയിൽ, ക്രിസ്തു ഒരുക്കിയ പാപമോചനത്തിൽ, ക്രിസ്തു നേടിയ വീണ്ടെടുപ്പിൽ നാം പങ്കാളികളാകണമെങ്കിൽ അവിടെ പറയുന്നു. എന്താ ഒന്നാമത്തെ കാര്യമാ നമ്മളോട് പറയുന്നത്? എന്താ ഒന്നാമത്തെ കാര്യം? ഒന്നാമത്തെ വിഷയം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. എബ്രായ ലേഖനം 11:6 നമ്മൾ വായിക്കുന്നു. എടുക്കണ്ട, 11:6 നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ഒരു ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവൻ ആകുന്നു എന്നും അറിയേണ്ടതാകും. അപ്പൊ ഇവിടെ ഒന്ന്, ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ അറിഞ്ഞിരിക്കണം. 2,
ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണ് എന്ന് അറിഞ്ഞിരിക്കണം. 3, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ഒരു ജീവനുള്ള ദൈവമുണ്ട്, വിളിച്ചാൽ വിളി കേൾക്കുന്ന, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. എബ്രായ ലേഖനം നമ്മളോട് പറയാ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാകും. അപ്പൊ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന് ദൈവസഭയോട് കർത്താവ് പറയുക. എന്താ ആദ്യ വിശ്വാസം? ഞാൻ വിവരിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? മെസൊപ്പൊട്ടേമിയയിലെ ഊർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, നിനക്ക് ഞാൻ മക്കളെ തരും. അബ്രഹാമിനും സാറയ്ക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പൊ ദൈവം പറഞ്ഞു, നിനക്ക് മക്കളെ തരുമെന്ന് പറഞ്ഞു. 86 വയസ്സായിട്ടും അബ്രഹാമിന് മക്കളെ കിട്ടിയോ? കിട്ടിയില്ല. 86 വയസ്സായി. ഉടനെ സാറായി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സാറായി ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ. അബ്രഹാമിനെ വിളിച്ചു. അബ്രാം നീ വരാൻ പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല. ഈ ഉപദേശിമാരൊക്കെ ഇങ്ങനെയൊക്കെ പറയും, പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ പറയും, നമ്മളൊന്നും വിശ്വസിക്കേണ്ട. ഇപ്പൊ 86 വയസ്സായില്ലേ, മക്കളെ തരാന്ന് പറഞ്ഞതല്ലേ ദൈവം, ഇതുവരെ തന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, നീ മിസ്രൈമിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ദാസിയായിരിക്കുന്ന ഹാഗാറിന്റെ അടുക്കൽ പോകണം. എന്നിട്ട് അവൾ എനിക്ക് വേണ്ടി എൻ്റെ മടിയിൽ ഒരു മകനെ പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞു. സാറായി അബ്രാമിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അബ്രാം അനുസരിച്ചു. അബ്രാമിന്റെ ഭാര്യയുടെ പേരെന്താന്നാ പറഞ്ഞേ? സാറായി. അപ്പം സാറായി നമ്മൾ പറയല്ല സാറായി പിന്നെ പഠിപ്പിക്കണമല്ലോ. ഇപ്പൊ അബ്രാമിനെ പഠിപ്പിക്കാം. സാറായി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കണം. അപ്പൊ അബ്രാമിനോട് പറഞ്ഞു, നീ ഹാഗറിന്റെ അടുക്ക പോ, എന്നിട്ട് നീ എനിക്കൊരു മക്കളെ, അവള് എന്റെ മടിയിൽ പ്രസവിക്കട്ടെ, ഞാൻ അവനെ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഈ സാറായി കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ചു അബ്രഹാമിനെ. അബ്രഹാം അതുപോലെ ചെയ്തു. ദൈവം സാറായെ വിളിച്ചു. സാറേ, നിന്റെ പേരെന്താ? സാറായി. അപ്പൊ നീ അബ്രഹാമിനെ പഠിപ്പിക്കാൻ തുടങ്ങിയല്ലോ. ഒരു കാര്യം ചെയ്യ്, നിന്റെ എന്ന് വെട്ടി. ഇപ്പൊ സാറയുടെ പേരെന്നാ? സാറായി ആയിരുന്നു. ഇപ്പൊ ആരായി? സാറ. ദൈവകൃപയില്ലാത്തത് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ വെട്ടിക്കോണം. ഇപ്പൊ വെട്ടിക്കോണം. സാറായി. അപ്പം സാറായി പറഞ്ഞത് കേൾക്കാനായിട്ട് ആര് ഇരിക്കുക? അബ്രാം നീ വരാൻ പറഞ്ഞു. നീ എന്നോട് ആലോചന ചോദിച്ചോ? ഞാനല്ലേ മക്കളെ തരുമെന്ന് പറഞ്ഞേ? അതെ. നീ എന്നോട് ആലോചന ചോദിച്ചോ? ഇല്ല. ഇനി ആരാ പഠിപ്പിച്ചേ? സാറായി. അവിടെ വെട്ടി. നീ ഇപ്പോൾ സാറാകത്തില്ല, സാറാ. നീ എന്നോട് വേണ്ടി ആലോചന ചോദിക്കാൻ? അതെ. അപ്പൊ നിനക്കൊരു കുറവുണ്ട്, നിനക്ക് ഹമ്മ് കുറവാ. അപ്പൊ അബ്രാം എന്നുള്ളിടത്ത് കർത്താവ് എന്താക്കി? അബ്രഹാം, നിനക്ക് ഇച്ചിരി ഹമ്മ് വേണം, ഹമ്മ് കുറയരുത്. സ്ത്രീകള് ദൈവകൃപയില്ലാത്തത് പറഞ്ഞാൽ അത് അല്ല എന്ന് പറയാനുള്ള ധൈര്യം ഓരോ പുരുഷനും വേണം, അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? സാറായി അബ്രഹാമിനെ പഠിപ്പിച്ചതനുസരിച്ച് ഹാഗറിന്റെ അടുക്കൽ ചെന്നു. ഹാഗറിന് ഒരു കുട്ടിയെ സാറായുടെ മടിയിൽ കൊടുത്തു. കുട്ടിയുടെ പേരെന്നാ? ഇസ്മായേൽ. ഇന്നും ലോകത്തിന് അവൻ തലവേദനയാണ്. അവന്റെ മക്കളാണ് ഇന്നും യഹൂദന്മാരോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും യഹൂദന്റെ നാട്ടിലെ പ്രശ്നം തീർന്നിട്ടുണ്ടോ? ഇന്നും ഗോലാലൻ കുന്നുകളിൽ വെടിയച്ചകൾ നിലയ്ക്കാത്ത ഒരു ദിവസവും നിന്നു പോകാത്ത ദിവസവും ഇന്നും അവിടെ ഭീതിയോടെയാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഉണ്ടാകുന്നതെല്ലാം
നിന്റെ ജീവിതത്തിന്റെ തലവേദനയായിരിക്കുമെന്ന് വേദപുസ്തകം പറയാം. എന്റെ ചോദ്യം, സാറ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചോ? പിടിച്ചില്ല. ദൈവം അബ്രാഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തു. ആ കുടുംബത്തിന്, നിനക്ക് ഞാൻ മക്കളെ തരും. പക്ഷേ ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് സാറായിക്ക് കഴിഞ്ഞില്ല. ദൈവം കൊടുത്ത വാഗ്ദത്തം പ്രാപിക്കുവാൻ ക്ഷമയോടെ കാത്തിരിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്താ അതിനർത്ഥം? സാറായിക്കുണ്ടായിരുന്ന ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ പറയാ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ ബി പാർട്ട് 6-ാം വാക്യം ഒന്ന് വായിച്ചേ. അവിടെ പുതിയ നിയമസഭയോട് പറയാ, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിക്കണം. എബ്രായ ലേഖനം 4:14 ഒന്ന് വായിച്ച്. ആകയാൽ ദൈവപുത്ര യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട നാളിലെ ആദ്യ വിശ്വാസം അത് അവസാനത്തോളം, അവസാനം വരെ നമ്മൾ മുറുകെ പിടിക്കണം. രക്ഷിക്കപ്പെട്ട നാളിലെ വിശ്വാസം ഉണ്ടോ? ബിലെയാം പ്രാർത്ഥിച്ചു, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കണമേ. ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ ഒരു ഭക്തൻ ജീവിക്കുന്നത് പോലെ ജീവിക്കണം. ബിലെയാമിന്റെ മരണം വളരെ ദാരുണമായി. ഇവിടെ എന്താ സംഭവിച്ചത്? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുവാനായിട്ട്. ചിലരുടെ ആരംഭം നല്ലതാണ്, അവസാനം വളരെ ദയനീയമാണ്. അവർ രക്ഷിക്കപ്പെടുന്ന നാളുകളിൽ അവരുടെ തീഷ്ണതയും പ്രാർത്ഥനയും ആരാധനയും എരിവുമൊക്കെ വളരെ നല്ലതാ. പക്ഷേ അവസാനം വളരെ ഒരുപാട് ശോചനീയമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നാമതായിട്ട് ഒരു വിശ്വാസിയോട് പറയുക, അവിടെ പറയാ, ആദ്യ വിശ്വാസം നീ അവസാനത്തോളം മുറുകെ പിടിച്ചോ. രണ്ടാമത്തെ ചിന്ത, 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വായിച്ചേ. എബ്രായർ 3:15-16. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. എന്താ അവർക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ തടസ്സമായിരുന്ന രണ്ടാമത്തെ കാര്യം പറയുക? എന്താണ്? മത്സരം. എന്താണ് മത്സരം? ദൈവത്തോട് മത്സരിച്ചു. ഈ മത്സരം എന്ന് പറയുന്നത് ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. മത്സരം, ദൈവത്തോട് അവർ മത്സരിച്ചു. ദൈവിക സംവിധാനങ്ങളോട് ഇവർ മത്സരിച്ചു. ഈ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം അവരെ നടത്തിയ ജനമാണ്. ദൈവമാണ് അവരുടെ ഏജന്റ്. ദൈവമാണ് അവർക്ക് ഡയറക്ഷൻ കൊടുത്തത്. അവർ ഏത് വഴി പോകണമെന്നുള്ള റൂട്ട് മാപ്പ് ദൈവമാണ് കൊടുത്തത്. മിസ്രൈമിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്തളിയാൽ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. അവർക്ക് വേണ്ടി ദൈവം ചെങ്കടൽ വിഭജിച്ച് ആ ചെങ്കടലിനെ ഉണങ്ങിയ നിലമാക്കി അവരെ അക്കരെ കടത്തി. ദൈവം അവരോട് കൂടിയിരുന്ന് അത്ഭുതം ചെയ്യുന്നത് അവർ അവരുടെ കണ്ണുകൊണ്ട് കണ്ടവരാണ്. വേദപുസ്തകം പറയാ, എന്നിട്ടും അവർ മത്സരിച്ചു. പുതിയ നിയമസഭയോട് പറയുക, ദൈവത്തോട് മത്സരിക്കുക. നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവരെ കുറിച്ച് പറയുന്ന, അവർ ഹൃദയത്തെ കഠിനമാക്കി എന്നവർ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കണ്ടവരാ നമ്മൾ. രക്ഷയുടെ അനുഭവം കിട്ടിയവരാ നമ്മൾ. കുഞ്ഞാടിന്റെ പാട്ടുപാടി യാത്ര പുറപ്പെട്ടവരാ നമ്മൾ. വഴിയിൽ വെച്ച് ദൈവത്തോട് മത്സരിക്കുവാനായിട്ട് ഇതൊരു നമുക്കൊരു മുന്നറിയിപ്പാണ്. രണ്ടാമത്. മൂന്നാമത്തെ, അവർക്ക് നിത്യതയ്ക്ക് തടസ്സമായ മൂന്നാമത്തെ കാര്യം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ച്. 3:17. 40 ആണ്ട് ആരോട് ക്രുതിച്ചു,
പാപം ചെയ്തവരോടല്ലയോ? അപ്പോൾ മൂന്നാമത് പറയാ, നിത്യതയ്ക്ക് അവർക്ക് തടസ്സമായ മൂന്നാമത്തെ വിഷയം പറയാ, അവരുടെ ജീവിതത്തിലെ പാപമാണ് അവർക്ക് നിത്യതയിൽ പ്രവേശിക്കുവാൻ ഇസ്രായേൽ ജനത്തിന് തടസ്സമായത്. അവർ പാപം ചെയ്തു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ, ഈ ജനം ദൈവത്തിന്റെ പരിപാലനം എന്തോരം കണ്ടവരാ. അവർക്ക് സന്ധ്യ ആവുമ്പോൾ അവർക്ക് കാടപ്പക്ഷി അവരുടെ അടുക്കൽ വരും, അവർക്ക് ഇറച്ചി കൊടുത്തു. പ്രഭാതത്തിൽ അവർക്ക് എന്ത് കൊടുത്തു? മന്ന പൊഴിച്ച് കൊടുത്തു. ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിച്ചവരവര്, ദൈവത്തിന്റെ കരുതൽ. തീക്കൽ പാറയെ ജലതടാകമാക്കി അവർക്ക് കൊടുത്തു. തീ കത്തുന്ന തീക്കൽ പാറയെ അടിച്ചു, അതിനെ ജലതടാകമാക്കി അവർക്ക് കൊടുത്തു. ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചവരാ. എന്നിട്ടും അവർ ദൈവത്തോട് പാപം ചെയ്തു. പാപം നമ്മുടെ ജീവിതത്തെ, നിത്യതയിലേക്കുള്ള പ്രവേശനത്തെ തടയും. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനം 11 ദിവസം കൊണ്ട് കനാനിൽ പ്രവേശിക്കേണ്ടവരാ. 11 ദിവസത്തെ വഴി ദൂരം കൊണ്ട് കനാനിലേക്ക് കടക്കേണ്ടവരാ. ആ യോർദാൻ കടന്ന് അക്കരെ കയറേണ്ട ആളുകളാണ്. അവരെത്ര നാൾ നടന്നു? 40 വർഷം അവർ മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവരുടെ പാപം, അവരുടെ മത്സരം ദൈവത്തോടുള്ള. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ, 11 ദിവസം കൊണ്ട് കടക്കാം. ഇവിടുന്ന് കോട്ടയം പോകുന്ന ദൂരം ഉണ്ടെന്ന് കൂട്ടിക്കോ. എക്സാമ്പിൾ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, അത്രയും ദൂരമേ ഉള്ളൂ അങ്ങോട്ട് കടക്കാൻ. യോർദാൻ കടന്ന് അക്കരെ കയറിയാൽ വാഗ്ദത്ത നാടാ, നിത്യതയാ. കാനാൻ പ്രദേശം അവർക്ക് കൊടുത്ത കനാനാ. പക്ഷേ 40 വർഷം ഈ മരുഭൂമിയിലെ പൊടിയും കാറ്റുമടിച്ച് തണുപ്പടിച്ച് അവർ ആ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഒറ്റ കാര്യമുള്ളൂ, എന്താണ്? അവർ ചെയ്ത പാപം. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്, നടുങ്ങുവിൻ, പാപം ചെയ്യാതെ ഇരിപ്പിൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പാപമാണ്, സിൻ എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ മുട്ടുമടക്കണം. കർത്താവേ ക്ഷമിക്കണേ, കൃപ തരണേ, ജയിക്കാൻ പ്രാപ്തി തരണമേ. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പാപമെന്ന് എഴുതി കാണിക്കുന്ന ഒരു രക്ഷിക്കപ്പെട്ട പൈതലിന്റെ ഉള്ളിൽ കാണിക്കുമ്പോൾ സ്റ്റോപ്പ്, അടുത്ത ചൂട് വെക്കരുത്. പാപം. പിന്നെ ഇത് മത്സരിച്ച് കേൾക്കാതെ പോയാൽ എന്തു പറ്റും? കയ്യല് നമ്മൾ ഈ തൂമ്പയൊക്കെ പിടിച്ചിട്ട് ഹൃദയം തഴമ്പ് വരത്തില്ലയോ? ഹൃദയം എന്ത് ചെയ്യും? തഴമ്പിച്ച് പിന്നെ ശബ്ദം കേട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും, അല്ലേ? പാപം ചെയ്യാൻ ഒരു ഭയം വേണം നമ്മുടെ ഉള്ളിൽ. പാപം നമ്മളെ നിത്യതയെ തടയും. പാപം എന്താണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പറയും. ദൈവത്തിന് വിരോധമായി വരുന്നതെല്ലാം പാപമാണ്. നമ്മുടെ ചിന്ത കഴുകണം, നമ്മുടെ മനസ്സ്. ഞാൻ റിയലായ കാര്യം പറയാം. ഞാൻ പ്രാർത്ഥിച്ചാൽ, എപ്പോൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദേഹി ആത്മാവിനെ സമ്പൂർണമായി കഴുകണം. നമ്മുടെ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ ചിന്തയിൽ എന്തു വരാം? പാപം വരാൻ സാധ്യത. അനുദിനം കഴുകണം, ഓരോ ദിവസവും കഴുകണം. രാവിലെയും കഴുകണം, ഉച്ചയ്ക്കും കഴുകണം, വൈകിട്ടും കഴുകണം. അത് നിരന്തരമായ അനുദിന പുതുക്കൽ നമുക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ. അനുദിനം പുതുക്കണം. പാട്ടുകാരൻ പാടി, കുളിച്ചോ കുഞ്ഞാടിൻ രക്തത്താൽ. അങ്ങനെ ജീവിച്ചാലേ നമുക്ക് ഒരു ആത്മശക്തി ഉണ്ടാവും. ആരാധിക്കാൻ ഒരു ആത്മശക്തി, പാടാൻ ഒരു ആത്മശക്തി, ദൈവിക വിഷയത്തിൽ ഒരു ആത്മശക്തി നമുക്ക് ലഭിക്കും. അല്ലാതെ കിട്ടിയല്ല, അല്ലാതെ ഇത് പ്രാപിക്കാൻ നമുക്ക് കഴിയില്ല. ഓരോ നിമിഷവും കർത്താവിൻ്റെ പുത്രൻ്റെ അടുക്കൽ ചെല്ലണം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് ദുർമനസ്സാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവനും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവനുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് കർത്താവുമായി അതുപോലൊരു ബന്ധം വേണം. ഒരു അറ്റാച്ച്മെന്റ്, കർത്താവുമായിട്ട് ഇങ്ങനെ തൊടാൻ കഴിയുന്ന ഒരു ബന്ധം, കർത്താവിനെ ഇങ്ങനെ തട്ടാൻ കഴിയുന്ന ഒരു ബന്ധം, കർത്താവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ബന്ധം. അങ്ങനെ ഒരു ബന്ധമുണ്ടോ, നിനക്ക് നീ പറയുന്നത് സംഭവിക്കും. നീ പറയുന്നത് പോലെ ദൈവം പ്രവർത്തിക്കും. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, ദൈവം ആകാശത്തെ 3 വർഷവും 6 മാസവും അടച്ചു.
ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. അപ്പം ദൈവം എന്ത് ചെയ്യുക? ഭക്തനായ കഴിവുകൾ പ്രാപിച്ച ഒരു മനുഷ്യൻ പറയുമ്പോൾ അത് ചെയ്യുന്ന ഒരു ദൈവം, അത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അതാണ് ഏലിയാവിന്റെ ദൈവം. ഏലിയാവ് ആർക്ക് സമസ്വഭാവമുള്ളവനായിരുന്നു? ഏലിയാവ് എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമുക്കൊരു കഴുകല് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് മൂന്നാമത് ഇസ്രായേൽ ജനത്തിന്റെ നിത്യത തടസ്സമായതിന്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ പാപം. നാലാമത്തെ കാര്യമാ 3:18, എബ്രായർ 3:18. നാലാമത് നിത്യതയ്ക്ക് തടസ്സമായത്, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? നാലാമത് നിത്യതയിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയത് അവരുടെ അനുസരണക്കേടാണ്. അനുസരണക്കേട്. അവർ ദൈവത്തെ അനുസരിച്ചില്ല. ദൈവം അവരെ നടത്തിയ കാര്യങ്ങൾ അവർ മറന്നു. ദൈവം അവരോട് കൂടെ ഇരുന്ന് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ഇരുന്ന കാര്യം അവർ മറന്നു. ഒരു നായ പോലും അവരോട് നേരെ കുരച്ചില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. ദൈവത്തിന്റെ സംരക്ഷണം അത്ര വലുതായിരുന്നു. അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല എന്ന് പറഞ്ഞാൽ 10 വയസ്സുള്ള ഒരു കുട്ടി അന്ന് ഇറങ്ങി പുറപ്പെട്ടെന്നിരിക്കുക. അവന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് 40 വർഷമായിട്ടും അത് തേഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തേയുക മാത്രമല്ല, ചെരുപ്പ് അവൻ വളർന്നതോടുകൂടി വളർന്നു. അവരുടെ ഉടുപ്പ് അത് ചീത്തയായി പോയില്ല എന്ന് പറഞ്ഞാൽ ആ ഉടുപ്പ് അവനോടുകൂടെ വളർന്നു. ദൈവത്തിന്റെ പരിപാലനം അനുഭവിച്ച ജനമാവര്, അത്രമാത്രം ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച ജനമാണ്. അവരെന്ത് ചെയ്തു? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഒരു തലമുറ എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ അവർ ആ ഓപ്പോസിറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുക. അവരുടെ മെഷർമെന്റ് അവരുടെ അകത്ത് ഇന്റേണൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. പാടില്ല. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന ഒരു സമൂഹം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ വായിക്കുന്ന എങ്ങനെ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്യൂണറൽ ശുശ്രൂഷ ചെയ്ത് ഏറ്റവും കൂടുതൽ ശവമടക്ക് നടത്തിയ ഒരു ശുശ്രൂഷകനാണ് മോശ. മോശയോടും ശവസംസ്കാര ശുശ്രൂഷ ചെയ്ത ഒരു ഭക്തനും ഭൂമിയിൽ ഇന്ന് വരെ ഇല്ല. എത്ര പേരെ അടക്കി കാണും ദേശം? എത്ര ലക്ഷം? 20 ലക്ഷം പേർ മരുഭൂമിയിൽ വീണുപോയി എന്ന് പറഞ്ഞാൽ ദൈവം 11 ദിവസം കൊണ്ട് അപ്പുറം കടക്കാവുന്ന സ്ഥലത്ത് അവരെ കടത്തിയില്ല. 40 വർഷം മരുഭൂമിയിലെ പൊടിക്കാറ്റടിപ്പിച്ച് അവരെ നടത്തി. അവർ വലഞ്ഞുപോയി. യഹോവയ്ക്ക് അവരോട് നീരസമുണ്ടായി. ഈ ജനം ദുഷ്ടജനമെന്ന് ദൈവം പറഞ്ഞു. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അതിന്റെ കാരണം എന്താണെന്നറിയോ? അനുസരണക്കേട്. ദൈവത്തോട് അനുസരണക്കേട്. ദൈവത്തിന്റെ വചനം എന്തു പറഞ്ഞാലും അനുസരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നതെല്ലാം അനുസരിക്കണം. പറ്റിയില്ലേ? കൃപതാപ്പ എന്ന് പറയണം. കൃപത, എന്നെ സഹായിക്കണം, എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പ്രാപ്തി തരണം, ബലം തരണം. സഹായകൻ നമുക്കുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമെന്ന് ഓരോ വിശ്വാസിയും പറയണം. ഈ ഒരു കാര്യസ്ഥനെ നമുക്ക് തന്നിരിക്കുന്നതാണ്. ഈ കാര്യസ്ഥനെ നമ്മുടെ കൂടെയുണ്ട്, പക്ഷെ നീ എനക്കറിയില്ല. ഈ കാര്യസ്ഥനോട് നീ പറയണം, എന്നെ സഹായിക്കണം. റെഡിയാ, സ്വർഗത്തിലെ മൂന്നാമൻ റെഡിയാ വരാൻ. അനുസരണക്കേട് അല്ലേ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണു. നിങ്ങൾ ഓർക്കുക, 40 വർഷം കൊണ്ട് എത്ര ആളുകളെ കൊന്നു, എത്ര ആളുകൾ മരുഭൂമിയിൽ വീണുപോയി. അവരുടെ കാരണം അത് അനുസരിക്കുക. ദൈവത്തെ അനുസരിക്കാൻ അവർക്ക് മനസ്സിലായി. കേൾക്കുന്നുണ്ട് വചനം, അനുസരിക്കുക. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഹാളിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ നടന്നു. പുതിയ നിയമസഭയോട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ 1 കൊരിന്ത്യർ 10:6-11 വരെ വായിച്ചേ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്തു ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പെറുപെറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പെറുപെറുക്കുകയും അരുത്.
ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. എത്ര കാര്യം പറഞ്ഞു ഒന്ന് പറയാമോ? ഒന്ന്, ദുർമോഹികളായി, അതുകൊണ്ട് പുതിയ സഭ ദുർമോഹികളാകരുതെന്ന് പറഞ്ഞു. 2, വിഗ്രഹം ആരാധിച്ചു. 3, പരസംഗം ചെയ്തു. ഉറക്കെ പറ, പാപം പരസംഗം ചെയ്തു. പിന്നെ 4, ദൈവത്തെ പരീക്ഷിച്ചു. 5, പിറുപിറുത്തു. എന്നിട്ട് വായിച്ച മോനെ 11-ാം വാക്യം വായിച്ചേ. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധി ഉപദേശത്തിനായിട്ട് നൽകിയിരിക്കും. അപ്പൊ പുതിയ നിയമസഭയ്ക്ക് എന്തിനാ ഈ കാര്യങ്ങൾ എഴുതി തന്നേ? എന്തിനാ? ബുദ്ധി ഉപദേശം എന്ന് പറഞ്ഞാൽ അവർക്കത് പറ്റി, നിനക്കിത് പറ്റരുത്. അവർക്കത് പറ്റി, നമുക്കത് സംഭവിക്കരുത്. സൂക്ഷ്മത വേണമെന്ന്, സൂക്ഷിച്ചോടൊന്ന്, സൂക്ഷിച്ചു പൊക്കോണമെന്ന്. മത്സരിക്കരുതേ, പാപം ചെയ്യരുതേ, പരസംഗം ചെയ്യരുതേ, പരീക്ഷിക്കരുതേ, പിറുപിറുക്കരുതേ എന്ന് പുതിയ നിയമസഭയോട് പറയുക. എന്തിനാ? ബുദ്ധി ഉപദേശിക്കുക നമ്മളെ. അവർക്ക് പറ്റിയ തെറ്റ്. അതിനാണ് പഴയ നിയമമല്ല. പഴയ നിയമം എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? പഴയ നിയമം പഠിപ്പിക്കുന്നത്, പഴയ നിയമത്തിലുള്ള ദാവീദ് ചെയ്ത പാപം എന്തിനാ പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്നത്, എഴുതി വെച്ചേക്കുന്ന പരിശുദ്ധാത്മാവ് അതേപടി നമുക്ക് ചെയ്യാനാണോ? അല്ല. പിന്നെന്തിനാ എഴുതി വെച്ചേക്കുന്നത്? നമുക്ക് ബുദ്ധി ഉപദേശത്തിന്. നീ ദാവീദിനെ പറ്റി നീ നിനക്ക് പറ്റല്ലേ എന്നാ പറഞ്ഞത്. ശൗലിനെ പറ്റി നിനക്ക് പറ്റരുത്, അവൻ വീണു നീ വീഴല്ലേ. അതുകൊണ്ടാണ് യൂദാ ലേഖനത്തെ നമ്മൾ വായിക്കുന്നത് അല്ലെ, വീഴാതവണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി തന്റെ മഹിമാസന്നിധിയിൽ നിർത്തണേ ഇവിടെ പറയുക അല്ലെ. അതുകൊണ്ട് എത്ര കാര്യം നമ്മൾ പറഞ്ഞു? 4 കാര്യം പറഞ്ഞല്ലേ. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു മക്കളെ? അവർക്ക് നിത്യത കിട്ടാതെ വന്നതിന്റെ ഒന്നാമത്തെ കാര്യം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. രണ്ടാമത് എന്തായിരുന്നു അവർക്ക് പറ്റിയേ? അവർ ദൈവത്തോട് മത്സരിച്ചു. മൂന്നാമത് അവർ ചെയ്തത് എന്താ? അവർ ദൈവത്തോട് പാപം ചെയ്തു. 4-മത് അവർക്ക് പറ്റിയ എന്താ? അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. 5-മത്തെ ഒരു കാര്യം കൂടെ പറയാമേ. 5-മത്തെ കാര്യം എബ്രായ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം വായിച്ച്. എന്താ അവർക്ക് സംഭവിച്ചത്? അവർക്ക് നിത്യതയിൽ പ്രവേശിക്കുവാൻ തടസ്സമായ 5-മത്തെ കാര്യം പറയുകയാണ്. അവരുടെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അവിശ്വാസം. അവർ ദൈവത്തെ അവിശ്വസിച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവർ വിശ്വസിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കനാൻ ദേശം ഒറ്റുനോക്കുവാനായിട്ട് 12 പേരെ അയച്ചു. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ അയച്ചു. അവർ പോയി. 12 പേരും അവിടെ ചെന്നു. 12 പേരും അവിടെ ചെന്ന് ആ ഭൂമി വളരെ ഫലപുഷ്ടിയുള്ളതെന്ന് കണ്ടു. അവിടെ പാലും തേനും ഒഴുകുന്നതെന്ന് കണ്ടു. അവര് വലിയ മുന്തിരിക്കൊല 4 പേർ ചേർന്നാണ് മുന്തിരിക്കൊല ഇവിടെ എത്തിച്ചത്. ഇവിടെ മുന്തിരിക്കൊലയെ കൊണ്ടു. അവിടെ അവർ കണ്ട വേറൊരു കാര്യമുണ്ട്. വലിയ അനാഖ്യ മല്ലന്മാർ, ഗോലിയാത്തിനെ പോലെ അതികായകന്മാരായ മനുഷ്യരുള്ള സ്ഥലം. 12 പേരും തിരിച്ചു വന്നു. ദേശത്തുനിന്ന് മുന്തിരിക്കൊലയൊക്കെയായിട്ട് വന്നു. മുന്തിരിക്കൊലയൊക്കെയായിട്ട് വന്നിട്ട് അതിൽ 10 പേര് ജനത്തോട് പറഞ്ഞു. ജനത്തിന് നടുവിൽ അവരെ കൊണ്ടുവന്ന് മോശം ചോദിച്ചു, എങ്ങനെയുണ്ട് ദേശം? പോയി കണ്ടു. എങ്ങനെയുണ്ട് മുന്തിരിക്കൊല? ഇതാ നോക്കൂ, 4 പേര് കൂടി ഞങ്ങൾ കൊണ്ടുവന്നേ, എത്ര ഫലസമൃദ്ധമാ. 10 പേര് പറഞ്ഞു, അവിടെ വലിയ ആ ദേശം നമുക്ക് കിട്ടത്തില്ല. അവിടെ വലിയ അനാഖ്യമല്ലന്മാരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് നിന്നപ്പോൾ ഞങ്ങൾക്ക് വെട്ടിക്കിളിയെ പോലെയാണ് തോന്നിയത് എന്ന് പറഞ്ഞു. 10 പേർ അവിശ്വസിച്ചു. 2 പേരെന്ത് പറഞ്ഞു? 2 പേർ പറഞ്ഞു, ആ ദേശം ദൈവം നമുക്ക് തരും. യഹോവയായ നമ്മുടെ ദൈവം ആ പാലും തേനും ഒഴുകുന്ന ദേശം നമുക്ക് വാഗ്ദത്തം ചെയ്തതല്ലേ, നമുക്കത് വെട്ടിപ്പിടിക്കാൻ ദൈവത്താൽ കഴിയും. നമ്മുടെ ദൈവം നമുക്കത് തരും. ദൈവം നമ്മുടെ സഹായകനായിരിക്കുമെന്ന് പറഞ്ഞു. എത്ര പേര് പറഞ്ഞു? എത്ര പേരാ മല്ലന്മാരുണ്ട് കിട്ടിയാലെന്ന് പറഞ്ഞ എത്ര പേരാ? 10 പേര്. എത്ര പേരാണ് ദേശം കിട്ടുമെന്ന് പറഞ്ഞേ?
രണ്ടുപേർ. ആ രണ്ടുപേരുടെ പേരൊന്ന് പറഞ്ഞേ, സഹോദരിമാരുടെ ഇടയിൽ നിന്നൊന്ന് പറഞ്ഞേ. രണ്ടുപേർ ആരൊക്കെയാ? ജോഷുവയും കാലേബും. എത്ര പേര് കനാനിൽ പ്രവേശിച്ചു? പറഞ്ഞേ, എത്ര പേര് പ്രവേശിച്ചു? ഈ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട 20 ലക്ഷം ആളുകളിൽ എത്ര പേരാണ് ആ ഇറങ്ങിപ്പുറപ്പെട്ടവരിൽ നിന്ന് അന്ന് എണ്ണമെടുത്തതിൽ എത്ര പേര് അവിടെ കയറിയേ? 2 പേര്. അവരുടെ പേരാണ് ജോഷുവയും കാലേബും. ബാക്കി മുഴുവൻ എവിടെ പോയി? മരുഭൂമിയിൽ പട്ടുപോയി. വിശ്വസിച്ചവർ പ്രവേശിച്ചു, അവിശ്വസിച്ചവർ പട്ടുപോയി. അവരുടെ ശവം മരുഭൂമിയിൽ വീണുപോയി. അതുകൊണ്ടാണ് അവരുടെ കുറ്റം, പാപം, നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയതിന്റെ പാപം പറയുക. അവരുടെ അവിശ്വാസ നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാനായിട്ട് കഴിയാതെ പോയത്. നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? കൊരിന്ത്യരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ തുടക്കമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ഒടുക്കം വളരെ ദയനീയമാണ്. ദൈവവേദലേ, തുടക്കം നന്നായില്ലേലും വേണ്ടിയല്ല, അവസാനം നന്നായിരിക്കണം. തുടങ്ങിയപ്പോൾ ഒരു ബാലാരിഷ്ടതയൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ കുഴപ്പമില്ല, ദൈവം ക്ഷമിക്കും. അവസാനം ഗംഭീരമായിരിക്കണം. അതാ പറഞ്ഞ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ആരാണ് വീണുപോയത്? അവിശ്വസിച്ചവർ. ആരാണ് പ്രവേശിച്ചത്? വിശ്വസിച്ചവർ. വിശ്വസിക്കും. യേശു കടലിന് മീതെ നടന്നു വരികയാണ്. യേശു കടലിന് മീതെ നടന്നു വരുന്നതായ സമയത്ത് കൂടെയുള്ള തന്റെ അരിമ ശിഷ്യനായ പത്രോസ് അത് കണ്ടു. പത്രോസ് പറഞ്ഞു, ഗുരു, എനിക്കും നടക്കണം കടലിന് മീതെ, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നീ പോരാൻ പറഞ്ഞു. അവൻ നടന്നു കടലിന് മീതെ. പക്ഷെ അവൻ ചുറ്റും നോക്കിയപ്പം ഭയങ്കര തിരമാലയും കാറ്റും കണ്ടു. അവൻ ഭയപ്പെട്ടു. അവൻ വിശ്വസിച്ചപ്പോൾ നടന്നു, അവിശ്വസിച്ചപ്പോൾ അവൻ താണുപോയി. എന്തുപറ്റി? താണുപോയി. അവിശ്വസിച്ചാൽ നീ താണുപോകും. ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും അവിശ്വസിക്കരുത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞേ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. നിങ്ങൾ സ്നേഹം കൊണ്ട് പറയാ, നീ അവിശ്വസിച്ചാൽ താണുപോകും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. എബ്രായലേഖനം 3:12, സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയോട് പറയാ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിപ്പാൻ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. അവിശ്വാസമുള്ള ഹൃദയം ഉണ്ടായാൽ അനന്തരഫലം ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയും. അപ്പൊ ദൈവം അവിശ്വാസമുള്ള ഹൃദയത്തെ വിളിക്കുന്ന പേരാണ് ദുഷ്ട ഹൃദയം. അല്ലെ? നമ്മുടെ ഹൃദയത്തിലെ പരിശോധിക്കണം. എബ്രായർ 4:11 വായിച്ച പോലെ നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ സഹായിക്കുക. ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചു.